തങ്കഭസ്മ കുറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച രാവിലെ പലിശക്കാരൻ അണ്ണാച്ചു ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചേട്ടോ ഓ കൊച്ചുമണിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. ചേട്ടന്റെ അനന്തരക്കാരൻ കൊച്ചുമണി. ആ അവനാ, അവൻ മിമിക്രി കളിക്കാൻ പോയാക്കണ്. എന്റെ പെങ്ങളുടെ മോനുണ്ട് ഒരുത്തൻ കൊച്ചുമണി. അവനിപ്പോഴും ഒരു പണിക്ക് പോകാതെ മിമിക്രി കളിച്ച് നടക്കുവോ, അതും ഈ 80 കാലഘട്ടത്തില്. അയ്യോ കാലഘട്ടം രജിസ്റ്ററായേ. അയ്യോ അയ്യോ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആഹാ കാലടി ആയിരുന്നേ, അല്ലാതെ കയ്യടി കിട്ടിയ ചരിത്രമില്ലല്ലോ. പരിപാടി കാലടി ആയിരുന്നു. എടാ നീ പറഞ്ഞത് പരിപാടി നടന്ന സ്ഥലമാണോ അല്ലെങ്കിൽ പരിപാടിയുടെ അഭിപ്രായമാണോ? അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ മിമിക്രിയിൽ എന്താ കാണിക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നു. എന്തൊക്കെ കിടന്ന് കാണിക്കണേ? സ്റ്റാർ പറയും. നീയാ എന്റെ പൊന്നിടാവേ, നീ സ്റ്റാർ പറയില്ലേ? ഇവൻ എവിടെയെങ്കിലും ചെന്ന് സ്റ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാർ വിടണമെങ്കിൽ ഞാൻ വേറെ സ്റ്റാർ പറയണം. അതേത് സ്റ്റാർ? എന്റെ പൊന്ന സ്റ്റാറുമാര്, എന്റെ കൊച്ചുമല്ലി പാവ, എന്റെ കുഞ്ഞിനെ എനിക്ക് താ. നാട്ടിക്കല് മാമാ, എന്നാ പിടിച്ചോ. ഉറക്കോളച്ച പൈസയാണേ ഇതാ. ആ ഇതെന്നെ കാണിക്കണത്. അല്ല ഉറക്കോളച്ച പൈസയല്ലേ, 10 മിനിറ്റ് കിടക്കട്ടാ. അതല്ല പറഞ്ഞത്. മാമൻ അങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ട് പോകണ്ട. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്ത ജയറാം ഇപ്പൊ സിനിമയിലാ. ആ അപ്പൊ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ കൂടെ പ്രോഗ്രാം കളിക്കുന്ന വേറൊരു പുള്ളി ഉണ്ടല്ലോ താടി വെച്ചിട്ട്. അതാരി? അത് മനസ്സിലായില്ലേ എനിക്ക്? ഈ കാലും വെച്ചാറിട്ട് കേട്ടിട്ട് കൈയും കൊണ്ട് വലിച്ചെടുക്കൂല ഇങ്ങനെ. ഓ കെ.എസ്. പ്രസാദ്. അയ്യോ അസാധ്യ കലാകാരനാ പുള്ളി. കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിന് ക്ലൈമാക്സ് പറഞ്ഞു. ഈ ക്ലൈമാക്സ് നമുക്ക് 2025 സ്കിറ്റിലും അടിക്കാം. അതേത് ക്ലൈമാക്സ്? അത് കൊള്ളാം. അപ്പൊ പുള്ളി അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. പക്ഷെ നിന്റെ കാര്യം കഷ്ടോ. എന്റെ മാമാ, എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുള്ള വഴിയാ ഇത്. എന്റെ ദൈവമേ, കഷ്ടം വഴി സിനിമ ആദ്യമായിട്ടാ കാണുന്നത്. അതല്ലെന്ന്, ഈ ഫ്ലാസ്കിലെ വെള്ളം കണ്ട കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളമാണിത്. ഇതെന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത്? എന്റെ മാമ, ഈ പൈപ്പ് വെള്ളം കുടിച്ചവരെല്ലാം സിനിമയെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എടാ പൊന്നുമോനെ, നീ ആ വെള്ളം കുടിക്കല്ലേ. നിന്റെ മൂത്ത മാമൻ ഇതേപോലെ സിനിമാ പ്രാന്ത് പിടിച്ചിട്ട് അവിടെ പോയി വെള്ളം കുടിച്ചതാ. നിന്റെ ഇടുക്കിയിലാ കണ്ടത്. അവിടെ ഷൂട്ടിങ്? അല്ലല്ല, പിന്നെ പുള്ളിയുടെ വയറ്റിൽ നിന്നല്ലേ കറണ്ട് പോയിരുന്നത്. അതിനും മാത്രം വെള്ളം പുള്ളി അവിടെ കുടിച്ചു കൂട്ടി. എന്നിട്ട് എന്തെങ്കിലും ആയോന്തോ 3 പ്രാവശ്യം കോളറയായി, മഞ്ഞപ്പിത്തമായി, മലമ്പനിയായി. ഇപ്പൊ അമ്മായിക്ക് വേറൊരു ഭർത്താവ് പോയി.